നമസ്കാരം സുഹൃത്തുക്കളെ, 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 37 ആണേ. ഇപ്പോൾ ഡേ 37ന്റെ പരീക്ഷയാണ്. എല്ലാവരും പഠിച്ച് സെറ്റായിരിക്കുവാണെന്ന് അറിയാം. എക്സാം എഴുതി നോക്കാം. 15 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. 13 മാർക്കാണ് കട്ട് ഓഫ്. നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാം. വീട്ടിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവണേ. ഓൾവേസ് വെൽക്കം. സ്റ്റാർട്ട് ചെയ്യാം. ടെൻത്ത് മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 37 എക്സാം. ആദ്യത്തെ ചോദ്യം: ഒരു AC ജനറേറ്ററിന്റെ ആർമേച്ചർ കോയിൽ കാന്തിക മണ്ഡലത്തിൽ ചലിക്കുമ്പോൾ പ്രേരിത വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതിയുടെ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന നിയമം ഏതാണ്? ഹൂക്സ് നിയമം, ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമം, ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം, വലത് കൈ പെരുവിരൽ നിയമം. ഉത്തരം എഴുതി കാണുമെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ചോദ്യം: ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. വൈദ്യുത കാന്തിക പ്രേരണ തത്വം, മ്യൂച്വൽ ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ, പാസ്കൽസ് നിയമം. 3. 750 വാട്ട് പവറുള്ള ഒരു ഗ്രൈൻഡർ 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഉള്ള വൈദ്യുതോർജം കണക്കാക്കുക. ഒരു പ്രോബ്ലം ആണേ. 1 യൂണിറ്റ്, 1.5 യൂണിറ്റ്, 2 യൂണിറ്റ്, 2.5 യൂണിറ്റ്. ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു EMF, അതായത് ബാക്ക് EMF ഉണ്ടാക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? വൈദ്യുത കാന്തിക പ്രേരണ തത്വം, മ്യൂച്വൽ ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ, ഹൂക്സ് നിയമം. 5. താഴെ തന്നിരിക്കുന്നതിൽ നൗറു ദ്വീപിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 3 പ്രസ്താവനയാണ്. ആദ്യത്തേത്: നൗറുവിന്റെ വിസ്തൃതി 11 ചതുരശ്ര കിലോമീറ്റർ ആണ്. രണ്ടാമത്തെ പ്രസ്താവന: ജർമ്മനി നൗറുവിൽ കോളനി സ്ഥാപിച്ചത് 1888 മൂന്നാമത്തെ പ്രസ്താവന: 1-ാം ലോക മഹായുദ്ധാനന്തരം നൗറുവിൽ ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ ഖനനം ആരംഭിച്ചു. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാ? ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. 6. തന്നിരിക്കുന്നതിൽ പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവത്തിന് ഉദാഹരണം: കൽക്കരി, സൗരോർജം, ജലവിഭവം, കാറ്റിൽ നിന്നുള്ള ഊർജം. 7. ചുവടെ തന്നിരിക്കുന്നതിൽ പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആർട്ടിക്കിൾ 48A, ആർട്ടിക്കിൾ 48B, ആർട്ടിക്കിൾ 51AG, ആർട്ടിക്കിൾ 51AK. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. അടുത്ത ചോദ്യം: ശിലാമണ്ഡല ഫലകങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന: ദ്രാവക അവസ്ഥയിലുള്ള അസ്തനോസ്ഫിയറിന് മുകളിൽ കാണപ്പെടുന്നു. 2. പരമാവധി കനം 100 കിലോമീറ്റർ ആണ്. 3. സമുദ്രഭാഗവും വൻകരാഭാഗവും ഉൾക്കൊള്ളുന്നു. 4. ഫിലിപ്പൈൻ ഫലകം വലിയ ഫലകത്തിന് ഉദാഹരണമാണ്. 9. ചുവടെ തന്നിരിക്കുന്നതിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ഉൾപ്പെട്ടവ കണ്ടെത്തുക. ആദ്യത്തേത് ഫലകചലനവും ഭ്രംശനവും. രണ്ടാമത്തേത് ജലസംഭരണികളിലെ സമ്മർദ്ദം. മൂന്നാമത്തേത് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങൾ. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതാം. 10. പരസ്പരം അടുത്തു വരുന്ന ഫലക അതിരുകളിൽ രൂപപ്പെട്ടിട്ടുള്ള ഭൂരൂപങ്ങൾക്കുള്ള ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. മടക്കുപർവ്വതങ്ങൾ, ഹിമാലയം, ചലഞ്ചർ ഗർത്തം, ഭ്രംശമേഖല. 11. ഈ 2-3 ചോദ്യമേ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ തന്നില്ലായിരുന്നു. +2 പ്രിലിംസ് 2021 രണ്ടാം ഘട്ട പരീക്ഷയുടെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള 2-3 ചോദ്യം ഇട്ടിട്ടുണ്ടേ. 11.
9-ാം നൂറ്റാണ്ടിൽ മാർ സാപ്പി റീഷോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവാഴി നൽകിയ അവകാശം ഏത്? ജൂതശാസനം, തരിസാപ്പള്ളി ശാസനം, തിരുവണ്ണൂർ ശാസനം, മുച്ചുന്തിപ്പള്ളി ശാസനം. 12. മെൻഷവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയതാര്? ലെനിൻ, ട്രോട്സ്കി, കെറൻസ്കി, നിക്കോളാസ് രണ്ടാമൻ. 13. കോശശ്വസനത്തിന്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് പരിവൃത്തി, ഉച്ഛ്വാസം, നിശ്വാസം. 14. Our Javans would not dash to the enemies. Give in, give away, give up, give out. 15. When he was about to be arrested, he dashed the police. Went in, went for, went to, went by. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നേ 15 ചോദ്യങ്ങൾ. ഇനി ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം: ഒരു AC ജനറേറ്ററിന്റെ ആർമേച്ചർ കോയിൽ കാന്തിക മണ്ഡലത്തിൽ ചലിക്കുമ്പോൾ പ്രേരിത വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതിയുടെ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന നിയമം ബി. ഫ്ലെമിങ്ങിന്റെ വലതുകൈ നിയമം. 2. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പോൾ വൈദ്യുത കാന്തിക പ്രേരണ തത്വം എന്ന് മാത്രം ഓപ്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ അതാണ് ഉത്തരം. പക്ഷെ യഥാർത്ഥ തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ ഓപ്ഷനിൽ ഉള്ളതുകൊണ്ട് അതാണ് എഴുതേണ്ടത്. 3. 750 വാട്ട് പവർ ഉള്ള ഒരു ഗ്രൈൻഡർ 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഉള്ള വൈദ്യുതോർജ്ജം കണക്കാക്കുക. അപ്പോൾ എങ്ങനെയാ വൈദ്യുതോർജ്ജം കണക്കാക്കുന്നത്? വാട്ടിലുള്ള പവർ 750 ആണ്. വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂറിലുള്ള സമയം എത്ര മണിക്കൂറാ? 2 മണിക്കൂർ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ വൈദ്യുതോർജ്ജം കിട്ടും. കഴിഞ്ഞ ദിവസം ഇക്വേഷൻ പഠിച്ചില്ലേ? വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂറിലുള്ള സമയം ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ ചെയ്യുമ്പോൾ ക്യാൻസൽ ആവും 50. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്കും 3, 2. ഇപ്പോൾ 2/3. ഇപ്പോൾ 3/2 എന്ന് പറയുമ്പം 1.5 യൂണിറ്റ് ആണ്. 1.5 യൂണിറ്റ് അല്ലെങ്കിൽ 1.5 കിലോ വാട്ട് അവർ ആണ് വൈദ്യുതോർജ്ജം. 4. ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു EMF, അതായത് ബാക്ക് EMF ഉണ്ടാക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് സി. സെൽഫ് ഇൻഡക്ഷൻ. 5. താഴെ തന്നിരിക്കുന്നതിൽ നൗറു ദ്വീപിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം നൗറുവിന്റെ വിസ്തൃതി 21 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പൊ ശരിയായത് 2ഉം 3ഉം മാത്രമാണ്. ബി ആണ് ഉത്തരം. 6. തന്നിരിക്കുന്നതിൽ പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവത്തിന് ഉദാഹരണം കൽക്കരിയാണ്. എ. പുനഃസ്ഥാപിക്കപ്പെടാത്തത് കൽക്കരി. 7. ചുവടെ തന്നിരിക്കുന്നതിൽ പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ 48A ആർട്ടിക്കിൾ 51AGയുമാണ്. 1ഉം 3ഉം മാത്രം. സി ആണ് ഉത്തരം. 8. ശിലാമണ്ഡല ഫലകങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഡി ആണ്. ഫിലിപ്പൈൻ ഫലകം ചെറിയ ഫലകത്തിന് ഉദാഹരണമാണ്. അതാണ് ഇവിടെ തെറ്റിപ്പോയത്. 9. ചുവടെ തന്നിരിക്കുന്നതിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ഉൾപ്പെട്ടവ കണ്ടെത്തുക. ഈ തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. ഫലക ചലനവും ഭ്രംശനവും, ജലസംഭരണികളിലെ സമ്മർദ്ദം, അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങൾ. ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. 10. പരസ്പരം അടുത്തു വരുന്ന ഫലക അതിരുകളിൽ രൂപപ്പെട്ടിട്ടുള്ള ഭൂരൂപങ്ങൾക്കുള്ള ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഭ്രംശമേഖലയാണ്. ഡി. ഭ്രംശമേഖല എന്ന് പറയുമ്പം ഛേദക സീമയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 11. 9-ാം നൂറ്റാണ്ടിൽ മാർ സാപ്പി റീഷോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് വേണാട് നാടുവഴി നൽകിയ അവകാശമാണ് തരിസാപ്പള്ളി ശാസനം. ബി ആണ് തരിസാപ്പള്ളി ശാസനം. 12. മെൻഷവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആര്? മെൻഷവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് കെറൻസ്കി ആണ്. സി. കെറൻസ്കി. 13. കോശശ്വസനത്തിന്റെ ഏത് ഘട്ടമാണ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്? ക്രെബ്സ് സൈക്കിളാണ്. ക്രെബ്സ് പരിവർത്തി. ബി.
14. Our Javans would not dash to the enemies. Give in ആണ്. Give in എന്ന് വെച്ചാൽ സറണ്ടർ, കീഴടങ്ങുക എന്നൊക്കെയാണ് മീനിങ്. അപ്പം നമ്മുടെ ജവാൻസ് എനിമീസിന്റെ മുന്നിൽ, ശത്രുക്കളുടെ മുന്നിൽ കീഴടങ്ങാറില്ല എന്നുള്ള മീനിങ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ഇട്ടേക്കുന്ന 2 ഫ്രേസൽ വെർബും പ്രീവിയസാ. 15. When he was about to be arrested, he dashed the police. Went for ആണ്. Went for എന്ന് വെച്ചാൽ എന്തുവാ? അറ്റാക്ക്. വെൻ ഫോർ എന്ന് വെച്ചാൽ എന്തുവാണ്? അറ്റാക്ക് എന്നാണ് മീനിങ്. അതായത് നമ്മൾ ഗോ ഫോർ, ഗോയും അതുപോലെ ഗീവും, ഈ 2 ഫ്രേസൽ വെർബ്സിലെ ഇന്ന് പഠിക്കാൻ തന്നത്. ഈ നോട്ട്സ് ഒക്കെ ഇടുന്നത് ടെലഗ്രാം ചാനലിലാണ്. ഇപ്പൊ ടെലഗ്രാം ചാനലിൽ ഇല്ലാത്തവർ ആരെങ്കിലും നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പോർഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് മിസ്സായി പോകും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഗോയും ഗീവും ആണ് പഠിക്കാൻ തന്നെ. പിന്നെ ഇത് പാസ്റ്റ് ടെൻസിലായതുകൊണ്ടാണ് വെന്റ് വന്നത്. ഗോയുടെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന വെന്റ് അല്ലേ, അപ്പോൾ വെന്റ് ഫോർ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻസിന്റെ നിലവാരം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണോ എന്നൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഏതെങ്കിലും പോർഷൻ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ പോർഷൻ ഒന്ന് എടുത്ത് വെച്ച് പഠിച്ച് തറവാക്കിയിട്ട് പോവാം. നാളെ ഡേ 38 ആണ്. നാളത്തെ പോർഷൻസ് നമ്മുടെ ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ 100 ഡേയ്സ് ടൈം ടേബിൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഓരോ ദിവസത്തെയും ടൈം ടേബിൾ സെപ്പറേറ്റ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ട് ടൈം ഷെഡ്യൂളും ഗൈഡൻസും എല്ലാം അവിടെ തരും. അപ്പോൾ ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. എടുത്തെടുത്ത് പറയുകയാണ്. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക്